പ്രതികരിക്കാത്തവർ മരിച്ചുപോയവരാണ്. അക്കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ നിശബ്ദത പാലിക്കുന്നവരെ വിമർശിച്ചൊരു കുറിപ്പ്. ഹരിത എസ് സുന്ദർ എന്ന യുവതിയാണ് സമൂഹമാധ്യമത്തിൽ ഇത്തരത്തിൽ അർത്ഥവത്തായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകർ, സിനിമാ താരങ്ങൾ ഇവരൊക്കെ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നതിനെയും ഇക്കൂട്ടരുടെ ഇരട്ടത്താപ്പിനെയും പരിഹസിക്കുന്നത് തന്നെയാണ് യുവതിയുടെ വാക്കുകൾ. നമുക്കറിയാം, ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സിനിമാ നടന്മാരായാലും ചലച്ചിത്ര പ്രവർത്തകരായാലും സാംസ്കാരിക നായകന്മാരായാലും അവർക്ക് അവരുടേതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അനുസരിച്ചാണ് പലപ്പോഴും പലരും, പ്രശസ്തരായ പലരും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരാൾ പോലും ശബ്ദമുയർത്തിയില്ല എന്നതാണ് വേദനാജനകമായ വസ്തുത. ഏതൊരു വിഷയത്തിലും വലിയ പ്രതികരണം നടത്തുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ പോലും അതിക്രൂരമായ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതിദാരുണമായ രീതിയിലാണ് കൊൽക്കത്തയിൽ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. എന്നാൽ സംസ്ഥാനത്തെ ഭരണകൂടം അതിനെ മായ്ച്ചുകളയാനാണ് ശ്രമിച്ചത്. പരാതി നൽകിയവരെ ആക്രമിച്ചും തെളിവുകൾ നശിപ്പിച്ചുമാണ് അവർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന മമതാ ഭരണകൂടത്തിനെതിരെ വാക്കുകൾ ഉയർത്താൻ പലരും ധൈര്യപ്പെടുന്നില്ല എന്നും യുവതി തന്റെ കുറിപ്പിലൂടെ പരിഹസിക്കുന്നു. ഹരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. 31-കാരിയായ ഒരു വനിതാ ഡോക്ടറുടെ ശവശരീരം ഇങ്ങനെയായിരുന്നു. അവരുടെ 2 കാലുകളും ഇരുവശത്തേക്കും വലിച്ചുകീറി ഇടുപ്പലിനെ ഒടിച്ചു കളഞ്ഞു. കഴുത്ത് ഞെരിച്ചു കൊന്ന് തലയിടിച്ച് തകർത്ത് ആ ഡോക്ടറുടെ വായിൽ കൂടി രക്തം പുറത്തു വന്നുകൊണ്ടിരുന്നു. കണ്ണടകളെ ഇടിച്ച് കണ്ണിനകത്തേക്ക് കയറ്റി. ആ പെൺകുട്ടിയുടെ ശരീരത്തിനുള്ളിൽ 180 ഗ്രാം ആണുങ്ങളുടെ സ്രവമുണ്ടായിട്ടും അതെല്ലാം ഒരുത്തൻ്റേതാണ് എന്ന് ആ ഭരണകൂടം വിധിയെഴുതി. പരാതി നൽകിയവരെ കൂട്ടമായി വന്ന് ആശുപത്രിയിൽ വെച്ച് ആക്രമിച്ചു. തെളിവ് നശിപ്പിച്ചു. പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നു. മമതയുടെ കൽക്കട്ടയിൽ നടന്ന ക്രൂരമായ കൂട്ടബലാത്സംഗത്തിൽ ആ നഗരം കത്തിയമരയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് കണ്ട് പ്രതികരിക്കാത്ത ഞാനും നിങ്ങളും മരിച്ചുപോയിരിക്കുന്നു. ഓരോ പെൺകുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ ഹൃദയം തകർക്കുന്നത് തന്നെയാണ് ഈ കുറിപ്പ്. വളർത്തി വലുതാക്കുന്ന പെൺകുഞ്ഞുങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെയുള്ള കാബാലികന്മാരുടെ കയ്യിൽപ്പെട്ട് ഇങ്ങനെയുള്ള ദാരുണമായ വിധിക്ക് കീഴടങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്ത, ഒരു സാധാരണ സംഭവം പോലെ അതിനെ തള്ളിക്കളയുന്ന ഒരു ഭരണകൂടമുള്ള ഒരു രാജ്യത്ത് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നതിൽ ലജ്ജിക്കണം. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം കൊൽക്കത്തയ്ക്ക് പുറത്തേക്ക് കടന്നുകൊണ്ടാണ് രാജ്യവ്യാപക സമരം ആരംഭിച്ചിരിക്കുന്നത്. ബംഗാൾ സർക്കാരിന് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെയും സമരം കടുപ്പിച്ചിരിക്കുന്നു ഡോക്ടർമാർ. ഇന്ന് ചേരുന്ന ഡോക്ടേഴ്സ് സംഘടനകളുടെ ജനബോഡി യോഗത്തിൽ സമരം ഘടിപ്പിക്കാനുള്ള നടപടികൾ തീരുമാനിക്കും. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് തലസ്ഥാനത്തെ ഡോക്ടർമാർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ആരംഭിച്ച സമരത്തിൽ 100 കണക്കിന് ഡോക്ടർമാരാണ് അണിനിരുന്നത്. ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുറമെ മലയാളത്തിലും തമിഴിലും അടക്കം പ്ലക്കാർഡുകൾ കണ്ടിരുന്നു. കൊൽക്കത്ത സംഭവവും സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടും അടക്കം ഉന്നയിച്ച വിഷയങ്ങളിൽ രേഖാമൂലം മറുപടി കിട്ടായതോടെ സമരം 8 മണിക്കൂറോളം നീണ്ടു. രാത്രിയിലേറെ വൈകി നടന്ന 3-ാം ചർച്ചയിൽ അധികൃതർ അയഞ്ഞതോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇന്ന് നടക്കുന്ന ഡോക്ടർ സംഘടനകളുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം സമരം ഘടിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. നിർഭയ കേസിന് ശേഷം വന്ന നിയമങ്ങൾ ദുർബലമാകുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. സമീപകാലത്തായി രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യവും ഡോക്ടർമാരെ തെരുവിലിറക്കി. ന്യൂസ് ഡെസ്ക് കർമാൻസ്.